നമസ്കാരം. സൂപ്പർ നോട്ട്സിന്റെ മറ്റൊരു സെഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ LD 7th ക്വാളിഫിക്കേഷൻ നോട്ടിഫിക്കേഷൻ വന്നു. എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായി. ഇതിന്റെ റിസൾട്ട് എപ്പോഴാണ് പ്രതീക്ഷിക്കാൻ കഴിയുക? അതേപോലെ നിലവിൽ വന്നിട്ടുള്ള തിരുവിതാംകൂർ LD, അതേപോലെ തന്നെ പിയൂൺ തുടങ്ങിയ പോസ്റ്റുകൾ ഉൾപ്പെടെ എല്ലാ പോസ്റ്റുകളിലേക്കുമുള്ള എക്സാമിനേഷൻ ഡേറ്റ് നീളാൻ സാധ്യതയുണ്ടോ? എപ്പോഴേക്ക് എക്സാം പ്രതീക്ഷിക്കാം? ഒരുപാട് കുട്ടികൾ സംശയമായിട്ട് ചോദിക്കുന്ന കാര്യമാണ്. നമുക്ക് ഈ ഒരു സെഷനിൽ പരിശോധിക്കാം. മക്കളെ, ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD എക്സാമിനേഷൻ നടന്നത് എപ്പോഴാണ്? LD എക്സാം നടന്നത് 2025 ജൂലൈ മാസം 13-ാം തീയതിയാണ്. 2025 ജൂലൈ മാസം 13-ാം തീയതിയാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD എക്സാമിനേഷൻ നടന്നത്. ദെൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള കോമൺ എക്സാം എന്ന് പറഞ്ഞാൽ 11 പോസ്റ്റുകളിലേക്കുള്ള കോമൺ എക്സാമിനേഷൻ നടന്നത് 2025 ജൂലൈ മാസം 20-ാം തീയതിയാണ്. അതായത് ജൂലൈ മാസമാണ് LD ആയിക്കോട്ടെ, കോമൺ എക്സാം ആയിക്കോട്ടെ, ഇതിന്റെ രണ്ടും എക്സാം നടന്നത് ജൂലൈ ആണ്. ജൂലൈ കഴിഞ്ഞ് ഇപ്പോൾ സെപ്റ്റംബർ മാസം ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 1.5-2 മാസത്തെ സമയം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനിടയ്ക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് നമ്മുടെ KDRB ഒരു ഫൈനൽ കീയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് ലോവർ ഡിവിഷൻ ക്ലർക്കിന്റെ ഫൈനൽ കീയും അതേപോലെ കോമൺ എക്സാംസിന്റെ ഫൈനൽ കീയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അത് പ്രസിദ്ധീകരിച്ചത് 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. 2025 സെപ്റ്റംബർ 12 എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 1.5 മാസം കൊണ്ട് തന്നെ അവര് ഫൈനൽ കീയും പ്രസിദ്ധീകരിച്ചു. അപ്പൊ KDRB കൃത്യമായിട്ട് കാര്യങ്ങൾ ഓരോ കാര്യങ്ങളായിട്ട് അവരുടെ ഭാഗത്ത് നിന്ന് ക്ലിയർ ആക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അതിനുശേഷമാണ് 37 പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ KDRB കൊണ്ടുവന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുകയാണെങ്കിൽ ഏതൊക്കെയുണ്ട്? നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലേക്കുള്ള LD പരീക്ഷയുണ്ട്, അതേപോലെ തന്നെ പിയൂൺ പരീക്ഷയുണ്ട്, അതേപോലെ വാച്ച്മാൻ എന്ന് പറയുന്ന ഒരു തസ്തികയുണ്ട്, മറ്റ് ദേവസ്വങ്ങളിലേക്ക് വരുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ LD ഉണ്ട്, അതേപോലെ കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കുള്ള LD ഉണ്ട്, റൂം ഗാർഡ് എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. അത്തരത്തിലുള്ള പല പോസ്റ്റുകളിലേക്ക് 37 പോസ്റ്റുകളിലേക്ക് അപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ 6 പോസ്റ്റുകളിലേക്ക് എല്ലാ ആളുകൾക്കും എന്ത് ചെയ്യാൻ പറ്റും? അപ്ലൈ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് മറ്റു ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. ഇതിന്റെ നോട്ടിഫിക്കേഷൻ വന്ന എന്നാണ്? 1/9/2025 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ്. 2025 സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് ഈ പറയുന്ന പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷനുകൾ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപ്പം ഞാൻ പറഞ്ഞു 2025 സെപ്റ്റംബർ 12-ന് ഫൈനൽ കീ ഗുരുവായൂരിന്റെ വന്നിട്ടുണ്ട്. അതിനോട് ഇടയ്ക്ക് തന്നെ എന്ത് ചെയ്തു? സെപ്റ്റംബർ 1-ാം തീയതി തന്നെ 37 പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. പക്ഷെ ഇതിനിടയ്ക്ക് ഒരു സംഭവം കൂടെ ഉണ്ടായി. 7th ക്വാളിഫിക്കേഷൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിലേക്കുള്ള 7th ക്വാളിഫിക്കേഷൻ പരീക്ഷയിൽ ടെമ്പററി എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്ന് എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഒരു കേസ് പോയിട്ടുണ്ട്. അപ്പൊ അവർ പറയുന്നത് അവരെ കൂടി പരിഗണിച്ചുകൊണ്ട് വേണം ഈ എക്സാമിനേഷന് മറ്റ് പ്രൊസീജിയേഴ്സ് നടത്താനെന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ നിലവിൽ ഒരു സ്റ്റേക്ക് തുല്യമായിട്ടുള്ള ഒരു പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും മുന്നോട്ടുള്ള വിധി എന്നുള്ളത് കോടതിയിൽ നിൽക്കുന്ന വിഷയമാണ്. കോടതിയാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ 7th ക്വാളിഫിക്കേഷന്റെ റിസൾട്ട് കുറച്ച് നീളാനായിട്ട് സാധ്യതയുണ്ട്. 7th ക്വാളിഫിക്കേഷന്റെ റിസൾട്ട് നീളാൻ സാധ്യതയുണ്ട്. പക്ഷെ നിലവിൽ LDയുടെ റിസൾട്ട് ഏതാണ്ട് ഒരു മാസത്തോടു കൂടി തന്നെ നമുക്ക് LDയുടെ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാം. അപ്പം ഇങ്ങനെയാണ് വരിക. നിലവിൽ ഫൈനൽ കീ വന്ന സ്ഥിതിക്ക് ഇനിയും എന്താണ് വരേണ്ടത്? ഷോർട്ട് ലിസ്റ്റ് ആണ് വരേണ്ടത്. ഷോർട്ട് ലിസ്റ്റ് വന്നതിന് ശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിട്ട് അവർ വിളിക്കും. അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ KDRBയിലായിരിക്കാം. അതിനുശേഷം സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കൂടി പൂർത്തീകരിച്ചതിന് ശേഷമാണ് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പുറത്തു വരിക. അപ്പൊ ഇനിയും ഏകദേശം ഒരു മാസത്തോടു കൂടി തന്നെ ഈ ഷോർട്ട് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുക? അറിയാൻ കഴിയുക. 7th ക്വാളിഫിക്കേഷൻ ഒരു പക്ഷേ കുറച്ച് നീണ്ടുപോകാം. LD എന്ത് ചെയ്യത്തില്ല? ഗുരുവായൂർ LD അത് ബാധിക്കില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് പറ്റുക. ഇനി നമ്മൾ നിലവിൽ പറഞ്ഞിട്ടുള്ളത് എന്നത്തേക്കാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ LD എക്സാമിനേഷൻ പ്രതീക്ഷിക്കാൻ പറ്റുക, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ള എല്ലാ പോസ്റ്റുകളിലേക്ക് 37 പോസ്റ്റുകളിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നത്. എക്സാം എപ്പോഴാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക? മക്കളെ, നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ നോട്ടിഫിക്കേഷൻ വന്ന്, അതായത് 1-ാം തീയതിയാണ് വന്നത്, സെപ്റ്റംബർ മാസം 1-ാം തീയതിയാണ് വന്നത്. അതുകൊണ്ട് തന്നെ ഒരു 3 മാസത്തിനുള്ളിൽ നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം? എക്സാമിനേഷൻ പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. എന്ന് പറഞ്ഞാൽ ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം, ഏതാണ്ട് ഡിസംബർ മാസത്തോടു കൂടി നമുക്ക് എന്ത് ചെയ്യാം? തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ആയാലും അതേപോലെ പിയൂൺ ആയാലും വാച്ച്മാൻ ആയാലും തുടങ്ങിയ പോസ്റ്റുകളിലേക്കുള്ള എക്സാമിനേഷൻ പ്രതീക്ഷിക്കാം.
അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക, നിങ്ങളുടെ മുൻപിൽ ഏതാണ്ട് 80 മുതൽ 90 ദിവസം വരെ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. 80 മുതൽ 90 ദിവസം വരെ കൃത്യമായിട്ട് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്തെ നിങ്ങൾ കൃത്യമായിട്ട് വിനിയോഗിക്കുക. ഒന്നാമത്തെ ദിവസം മുതൽ 90ാമത്തെ ദിവസം വരെ കൃത്യമായിട്ട് ചിട്ടയോടെ പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു എക്സാമിനേഷൻ ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിന് നിങ്ങൾക്ക് ചിട്ടയായ ഒരു സ്റ്റഡി പ്ലാൻ ആവശ്യമാണ്. ഒരു സ്റ്റഡി പ്ലാനോട് കൂടി മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ എന്ത് ചെയ്യും, പാതി വഴിക്ക് ബ്രേക്ക് ആയി പോകും. അപ്പോൾ ഒരു നല്ല സ്റ്റഡി പ്ലാൻ വേണം. കൃത്യമായിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് കിട്ടണം. ആ ക്ലാസ്സുകളുടെ ഒരു പ്രത്യേകത, ഇവിടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ക്ഷേത്ര കാര്യങ്ങളുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കുകൾ നിങ്ങൾ പഠിക്കണം. അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ ആ സ്പെഷ്യൽ ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള നോട്ടുകൾ, മൈക്രോ നോട്ടുകൾ പോലെയുള്ള നോട്ടുകൾ നിങ്ങൾക്ക് ആവശ്യമാണ്. അപ്പോൾ ഇതെല്ലാം അടങ്ങുന്ന ഒരു അടിപൊളി ബാച്ച് നമ്മൾ സൂപ്പർ നോട്ട്സിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പേര് ബ്രഹ്മ ബാച്ച് എന്നാണ്. ഈ ബാച്ചിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ എക്സാമുകൾക്കും, അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ, കൊച്ചിൻ ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ, കൂടൽമാണിക്യം ദേവസ്വം ബോർഡ് LD ആയിക്കോട്ടെ, ദെൻ പിയൂൺ ആയിക്കോട്ടെ, വാച്ച്മാൻ ആയിക്കോട്ടെ, റൂം ഗാർഡ് ആയിക്കോട്ടെ, എല്ലാ പോസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു കോമൺ ബാച്ചാണ് ബ്രഹ്മ ബാച്ച് എന്ന് പറയുന്നത്. ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത ഇതാണ്, നിങ്ങൾക്ക് ഒരു വ്യക്തമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ടാകും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് എല്ലാ ദിവസവും രാവിലെ 12 മണിയാകുമ്പോൾ 12 AM ക്ലാസ്സുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ലഭ്യമായിരിക്കും. ക്ലാസ്സുകൾ ലഭിക്കും. ആ ക്ലാസ്സുകളോടൊപ്പം തന്നെ നോട്ട്സ്, ആ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് വരുന്ന നോട്ട് കിട്ടും. വെറുതെ ഒരു നോട്ടല്ല, PDF ഫോർമാറ്റിൽ പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്ന നോട്ടുകൾ നിങ്ങൾക്ക് കിട്ടും. ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് ഓഫ്ലൈനിൽ ഡൗൺലോഡ് ഇട്ട് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും കേട്ടോ. ഓഫ്ലൈനിൽ ഡൗൺലോഡ് ഇട്ട് ചെയ്തിട്ട് പഠിക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ എക്സാം, ഓരോ ടോപ്പിക്കുകൾ കഴിയും തോറും ആ ടോപ്പിക്കുകളുടെ എക്സാമിനേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഇത്രയും നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓരോ ദിവസവും ലഭിക്കും. ഇത് കൂടാതെ എല്ലാ ആഴ്ചയിലും ഓരോ ഫുൾ ലെങ്ത് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ലഭിക്കും. ഈ ഫുൾ ലെങ്ത് ടെസ്റ്റുകളിലൂടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിലവാരം എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ആണ് ഈ ഓരോ ദിവസവും കിട്ടുക. ഇനി ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലൈവ് സെഷൻസ് ഉണ്ടാവും. ഈ ലൈവ് സെഷൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മാക്സിമം കാര്യങ്ങൾ പഠിക്കാൻ, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരു വകുപ്പ് നിങ്ങൾക്ക് എവിടെയുണ്ട്, ഈ പറയുന്ന ലൈവ് സെഷൻസിലുണ്ട്. അതുകൂടാതെ തന്നെ എല്ലാ മൺഡേയ്സിലും വൈകുന്നേരം 6 മണിക്ക് ഒരു മോട്ടിവേഷൻ സെഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾ ഒരിക്കലും വീണു പോകാതെ പഠനത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്തു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ കിട്ടും. ദെൻ സ്പെഷ്യൽ ടോപ്പിക്ക് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള മൈക്രോ നോട്ടുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് പ്രിന്റ് എടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ചെറിയ ചെറിയ പീസുകളാക്കി വെട്ടിമാറ്റി ഭിത്തിയിലൊക്കെ ഒട്ടിച്ചു വെച്ച് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമാണ് മൈക്രോ നോട്ട്സ് തരിക. അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് സ്പെഷ്യൽ ടോപ്പിക്കിൽ പുലികളാകാൻ പറ്റും. അങ്ങനെ എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി ബാച്ചാണ്. വെറും 2499 രൂപ മാത്രമാണ് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഈ ഒരു ഫീസ് അടച്ച എല്ലാവരും എന്ത് ചെയ്യാൻ പറ്റും, ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. ബാച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇന്നു മുതലാണ് ഈ ക്ലാസ്സുകൾ വന്നു തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ തൊട്ട് തന്നെ നിങ്ങൾക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. ഇനി വെയിറ്റ് ചെയ്യേണ്ട, എത്രയും വേഗം വിളിക്കാൻ ആവശ്യമായ നമ്പർ ഇതാണ് 8281 223366. എന്താണ് 8281 223366 എന്ന നമ്പറിലേക്ക് വിളിക്കാം. അല്ലെങ്കിൽ താഴെ ഒരു ഗൂഗിൾ ഫോം ഉണ്ട്. ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും കാര്യങ്ങളെല്ലാം. ഒരു ഡെമോ ക്ലാസ് കണ്ടതിന് ശേഷം, ഡെമോ നോട്ടോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം ആരും മറക്കണ്ട, 8281 223366 ഇനി വെയിറ്റ് ചെയ്യരുത്. ഇന്നലെ വൈകിട്ട് നമ്മൾ ബാച്ച് ഓറിയന്റേഷൻ കഴിഞ്ഞു. ഇന്നു മുതൽ ക്ലാസ്സുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് പഠിച്ചു തുടങ്ങാം. നമുക്ക് ബാച്ചിൽ കാണാം.